നിലമ്പൂരിൽ പോരാട്ടം കനക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പൊടിപാറും പ്രചാരണവുമായി സ്ഥാനാർത്ഥികൾ. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള വോട്ട് അഭ്യർത്ഥനയാണ് മൂന്ന് മുന്നണികളും ഇപ്പോൾ നടത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനവുമായി PV അൻവർ ഇന്ന് രംഗത്തെത്തി. അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഘടകമല്ല എന്ന് മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. നാളെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി. 9 വർഷത്തെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിലായിരുന്നു ഇന്നത്തെ പര്യടനം. കർഷക തൊഴിലാളിക്ക് പെൻഷനോ? ഇതൊരു വലിയ ആശ്ചര്യജനകമായ ചോദ്യമായിരുന്നു. അന്ന് കോൺഗ്രസ് തന്നെ എതിർത്തു, അതിശക്തമായിട്ട് എതിർത്തു എന്ന് മാത്രമല്ല സമരം ചെയ്തു. അവർ പറഞ്ഞത് കർഷക തൊഴിലാളിക്ക് പെൻഷൻ്റെ ആവശ്യമില്ല, അങ്ങനെ പെൻഷൻ കൊടുത്താൽ അവർ കള്ളു കുടിക്കും. ഇതായിരുന്നു. നമുക്കിപ്പോൾ അത്ഭുതമായിട്ട് തോന്നും, വിചിത്രമായി തോന്നും. ഞങ്ങളുടെ പ്രതീക്ഷയിൽ കവിഞ്ഞ പ്രതികരണം വോട്ടർമാരുടെ ഭാഗത്തു നിന്നുമുണ്ട്, എല്ലാവരും അത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. വിവാദങ്ങൾ തൊടാതെ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചാണ് UDFന്റെ പ്രചാരണം. മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ദേശീയ പത്രത്തിന് നൽകിയ അഭിമുഖം പ്രചാരണ ആയുധമാക്കുന്നു. PV അൻവർ വിവാദം പക്ഷേ UDFനെ വിട്ടൊഴിയുന്നില്ല. ആര്യാടൻ ഷൗക്കത്തിനു വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് നിലമ്പൂരിലെത്തിയ K സുധാകരൻ അൻവറിനെ കുറിച്ച് പറഞ്ഞതിങ്ങനെ: അൻവറെ സംബന്ധിച്ചിടത്തോളം അൻവർ ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് ഒരു ഘടകമായി നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നില്ല. ഇനി അവസരമില്ല. അത് ഇറ്റ് ഈസ് ഓവർ. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് മൂത്തേടം പഞ്ചായത്തിലായിരുന്നു. ഞങ്ങളുടെ പ്രചരണം വികസിത നിലമ്പൂർ എന്നുള്ളതാണ്. ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിച്ച് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രചരണം നടത്തുന്നത്. വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രചരണത്തിന്റെ മുഖ്യ മുദ്രാവാക്യം. PV അൻവറും വൈകിട്ടോടെ മണ്ഡലത്തിൽ കൺവെൻഷനുകളുമായി രംഗത്ത്. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനം. എനിക്ക് എന്ത് ഷെഡ്യൂളോ? ഒരു ഷെഡ്യൂളും ഇല്ല, ഒരു ഷെഡ്യൂളും ഇല്ല. ഞാൻ ജനകീയ കോടതിയിലേക്ക് വിട്ടു. പാവപ്പെട്ട ജനങ്ങൾ അവിടെ വോട്ട് ചെയ്യിക്കുന്നുണ്ട്, അവർ പരസ്പരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും നാട്ടുകാരെ കാണാൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ജൂൺ 19-ന് മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചു. ടീം 24 നിലമ്പൂർ.